ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ തൻ്റെ സ്വന്തം തട്ടകമായ പറവൂര് എത്തിയതും പറവൂരിലെ ജനങ്ങൾ അദ്ദേഹത്തിന് സംഘടിപ്പിച്ച സ്വീകരണത്തിൻ്റെ ഒരു വീഡിയോയിലെ 2-3 മനസ്സിൽ തട്ടിയ കാര്യങ്ങൾ ഞാൻ കാണിക്കാം. ഈ അമ്മാളുമ്മ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വൈറലായ ഒരു താരമായിരുന്നു. അന്ന് കുറേ ആൾക്കാർ സ്റ്റണ്ട് വിടുന്നുണ്ടായിരുന്നു. ഇത് PR വർക്കിൻ്റെ ഭാഗമായിട്ടാണ് വി ഡി സതീശൻ അവരെ സ്റ്റേജിൽ കയറ്റിയെന്നതൊക്കെ. എന്നാൽ ഇന്ന് അവരുടെ സ്വന്തം മണ്ഡലത്തിൽ പറവൂരിയായ അവർ വീണ്ടും വി ഡി സതീശനെ കാണാൻ വരുമ്പോൾ അവർക്ക് വി ഡി സതീശനോടുള്ള കണക്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വി ഡി സതീശനെയും മകളെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവരുടെ ആ ഭാഗം കണ്ട് അന്തം വിട്ടിച്ചിരിക്കുന്ന മോഹൻലാലിനെയും നമുക്ക് കാണാം. എന്നാൽ അത് കഴിഞ്ഞ് അവർ മോഹൻലാലിൻ്റെ അടുക്കലോട്ട് ചെല്ലുന്നതും മോഹൻലാലിനെ കെട്ടിപ്പിടിക്കുന്നതുമായ ഒരു സീനൂടെ നമുക്കൊന്ന് കണ്ടു. എന്ത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, ഏത് ടൈപ്പ് ആളായിക്കോട്ടെ, എന്തൊക്കെയാണേലും ഒരു മനുഷ്യന് കുറച്ചൊക്കെ മനുഷ്യത്വം ഇല്ലാതെ ഇങ്ങനെയൊന്നും ഒരാളെയും കെട്ടിപ്പിടിക്കാനോ അവരെ ഇത്ര കാര്യമായിട്ട് കൊണ്ടിരുത്താൻ പറയാനോ ഒന്നും സാധിക്കുകയില്ല. ഇതെല്ലാം കഴിഞ്ഞ് ആ അമ്മാളുമ്മ സ്റ്റേജിന് താഴെ വന്നു കഴിയുമ്പോൾ അവർക്ക് കസേര ഇട്ട് കൊടുക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്ന സതീശനെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ആ സ്ത്രീയുടെ ആ സന്തോഷവും അത് കഴിഞ്ഞ് അവർ സ്റ്റേജിൻ്റെ അടുക്കലോട്ട് പോകുന്നതുമൊക്കെ നമുക്ക് PR വർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഒരു കസേരയുമായി വരുന്ന പോലീസുകാരൻ്റെ താടിക്ക് പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്ന അമ്മാളും അമ്മയും ഈ വീഡിയോയിൽ നമുക്കൊന്ന് കാണാം. എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, വി ഡി സതീശൻ്റെ രാഷ്ട്രീയത്തിനോട് മാച്ചാകാത്ത വ്യക്തിയാണെങ്കിൽ കൂടി ഇന്ന് വി ഡി സതീശനെ ഇഷ്ടപ്പെടുന്ന വളരെയധികം ജനങ്ങൾ ഉണ്ടെന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വി ഡി സതീശൻ്റെ പാർട്ടി പോലും നോക്കാതെ വി ഡി സതീശനെ അത്ര കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്ന ധാരാളം ജനങ്ങൾ കേരളത്തിലുണ്ട്, ഒരു സംശയവുമില്ല. ഇന്നത്തെ ന്യൂജനിൻ്റെ പോക്കി മുഖ്യമന്ത്രിയായി തന്നെ ബാക്കിയുള്ള 5 വർഷവും വി ഡി സതീശന് സത്യസന്ധമായി ഭരിക്കുവാൻ കഴിയുമാറാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.